അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നഖറഉ നമുക്ക് വായിക്കാം. അതിൽ അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല, തിൽക, മാ, അതുപോലെ മൻ, ഐന, അബി, കലമി എന്നുള്ള വാക്കുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. അന ഞാൻ, അൻത നീ, അൻതി എന്ന് പറഞ്ഞാലും നീ, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത്. അപ്പോൾ ഈ അൻത അൻതി രണ്ടും നീ എന്നാണ് അർത്ഥം. പക്ഷേ അൻത ആൺകുട്ടികൾക്കും അൻതി പെൺകുട്ടികൾക്കുമാണ് ഉപയോഗിക്കുക. അതുപോലെ ഇവിടെ ഹാദ ഹാദിഹി എന്നുള്ളതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. പക്ഷേ ഹാദ ഉപയോഗിക്കുക ആണുങ്ങൾക്കാണ്, ഹാദിഹി ഉപയോഗിക്കുക പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. ഫിൽ ബൈത്തി വീട്ടിൽ, ഫിൽ മദ്രസത്തി മദ്രസയിൽ എന്നൊക്കെ അർത്ഥം വരും. അല എന്ന് പറഞ്ഞാൽ മേൽ, അല ഷജറത്തി മരത്തിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥം വരും. ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. ദാലിക എന്നുള്ളത് പുരുഷന്മാർക്കും തിൽക്ക എന്നുള്ളത് സ്ത്രീകൾക്കുമാണ് ഉപയോഗിക്കുക. ഇനി മാ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ത്, മൻ ആര്, ഐന എവിടെ, അബീ എൻ്റെ ഉപ്പ, കലമീ എൻ്റെ പേന. അപ്പോൾ അവസാനം ഒരു യാ വന്നാൽ എൻ്റെ എന്നർത്ഥം വരും. ഇനി അടുത്ത ഒരു പ്രവർത്തനം നോക്കാം. നുകമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിഥാലി. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കുക. അപ്പോൾ ഹാദിഹി ബക്കറത്തുൻ, അവിടെ ഡേഷ് ബക്കറത്തുൻ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ്, ഹാദിഹി എന്നാണ്. കാരണം തുൻ എന്നുള്ളതാണ്. ബക്കറത്തുൻ എന്ന് വന്നാൽ ഒരു ഹാത്ത വന്നാൽ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത് ഹാദിഹി എന്നാണ്. അപ്പോൾ ഹാദിഹി ബക്കറത്തുൻ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് പശുവാകുന്നു. ഇനി ഹാദാ സ്വദീഖി, അപ്പോൾ അവിടെ സ്വദീഖി എന്നുള്ളിടത്ത് എന്താണ് വരേണ്ടത്, ഹാദ ആണ് വരേണ്ടത്. കാരണം അവിടെ ഇത് എൻ്റെ കൂട്ടുകാരനാകുന്നു, കാരണം ആണിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഹാദ എന്നാണ് വരേണ്ടത്. രണ്ടാമത്തത് അൻതി ദാരിസത്തുൻ, അവിടെ ഒരു ത വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ അവിടെ അൻതി എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ ഒരു വിദ്യാർത്ഥിനിയാണ്. മൂന്നാമത്തത് തിൽക്ക ദജാജത്തുൻ, അവിടെയും എന്താണ് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മളവിടെ തിൽക്ക എന്നാണ് എടുത്തെഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം അത് പിടക്കോഴിയാകുന്നു, അത് പിടക്കോഴിയാകുന്നു. നാലാമത്തത് അനദാരിസുൻ, അവിടെ വേണ്ടത് എന്താണ്, ഉറപ്പാണ്, അന എന്നുള്ളതാണ്, ഞാൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. അവിടെ ആണിനെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് അവിടെ അന എന്നാണ് വേണ്ടത്. ഇനി നസിലു യ വനക്തുബു കമാ ഫിൽ മിസാലി, യ ചേർത്തി ഉദാഹരണത്തിൻ്റെ ഉള്ളതുപോലെ എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നർത്ഥം വരും. ഹാദ അബുൻ അല്ലേ, അപ്പോൾ അവിടെ യാ ചേർക്കുമ്പോൾ എങ്ങനെ വരും, ഹാദ അബീ. അബി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഉപ്പയാകുന്നു, എൻ്റെ എന്നുള്ള അർത്ഥം വരും. ഇനി ഹാദിഹി ഉമ്മുൻ, അത് യാ ചേർത്ത് എഴുതുമ്പോൾ ഹാദിഹി ഉമ്മീ, ഇത് എൻ്റെ ഉമ്മയാകുന്നു. ദാലിക കിതാബുൻ, ദാലിക കിതാബീ, അത് എൻ്റെ പുസ്തകമാകുന്നു. ഇനി അടുത്തത് തിൽക്ക ഹിറത്തുൻ, തിൽക്ക ഹിറത്തീ, അത് എൻ്റെ പൂച്ചയാകുന്നു. ഇനി അടുത്തത് അഞ്ചാമത്തത് ഹിയ ഉഖ്തുൻ, ഹിയ ഉഖ്തീ, അവൾ എൻ്റെ സഹോദരിയാകുന്നു. ആറാമത്തത് ഹുവ സ്വദീഖുൻ, ഹുവ സ്വദീഖീ, അവൻ എൻ്റെ കൂട്ടുകാരനാകുന്നു. ഇനി അടുത്തത് നഉദ്ദുൽ അഷ്യ വനക്തുബുഹ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാലി. അപ്പോൾ നമുക്ക് വസ്തുക്കൾ എണ്ണാം, അതിൻ്റെ എണ്ണം നമ്പറിലും അക്ഷരത്തിലും ഉദാഹരണത്തിൽ കാണുന്ന പോലെ എഴുതുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഷ്യ 3, അവിടെ സലാസത്തുൻ എന്ന് എഴുതുക. അതുപോലെ അടുത്തത് എത്രയാണ്, 8ആണ്, അപ്പോൾ അവിടെ സമാനിയത്തുൻ എന്ന് എഴുതുക. അടുത്തത് 4ആണ്, അപ്പോൾ അവിടെ അർബഅത്തുൻ എന്ന് എഴുതുക. ഇനി അടുത്തത് 9ആണ്, അപ്പോൾ അവിടെ തിസ്അത്തുൻ എന്ന് എഴുതുക. പിന്നെ 10ആണ്, അവിടെ അശറത്തുൻ എന്ന് എഴുതുക. ഇനി നസ്അലു ബിൽ മുനാസിബി, യോജിച്ചവ കൊണ്ട് ചോദിക്കാം. ഐനൽ ഹിറത്തു,
പൂച്ച ഇവിടെ. അപ്പോൾ അവിടെ ഐന എന്നാണ് കൊടുക്കാനുള്ളത്. അതുപോലെ ഹാദ എന്നുള്ള രണ്ടാമത്തത് മൻ ഹാദ, ഇത് ആരാണ്. അപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് മൻ ആണ്. മൂന്നാമത്തത് മാതാലിക, അപ്പോൾ അവിടെ മാ എന്നാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് കൊടുക്കാനുള്ളത്, അത് എന്താണ്. അതുപോലെ മൻ ഹാദിഹി, അവിടെ മൻ എന്നുള്ളതാണ് വേണ്ടത്, ഇത് ആരാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം. അപ്പോൾ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ളത് ആദ്യം നമുക്ക് അവിടെ നക്റഉ നമുക്ക് വായിക്കാം എന്നുള്ള ഭാഗം വായിച്ചു നോക്കാം. യസ്മഉ കേൾക്കുന്നു, യഖൂലു പറയുന്നു, യദ്ഹബു പോവുന്നു, യർജിഉ മടങ്ങും, യതവല്ലഉ വുളൂ ചെയ്യുന്നു, യജ്ലിസു ഇരിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, അതുപോലെ തൻതളിറു കാത്തിരിക്കുന്നു, യുസല്ലി നിസ്കരിക്കുന്നു, യശ്റബു കുടിക്കുന്നു. ഇനി നഖ്റഉ വനഫമു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇനി അടുത്ത നോക്കാം. തഷ്റബു ഫാത്തിമ തുഷായ, ഫാത്തിമ ചായ കുടിക്കുന്നു. അടുത്തത് യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗദി, ബാസിം ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു. തുസല്ലി മാജിദത്തുൻ സ്വലാത്തുൽ അസ്രി, മാജിദ അസ്ർ നിസ്കാരം നിസ്കരിക്കുന്നു. അതുപോലെ തൻതളിറുൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു. യസ്മഉ സാലിമുൽ അദാന, സാലിം ബാങ്ക് കേൾക്കുന്നു. ഇനി അടുത്തൊരു പ്രവർത്തനമാണ് മാദാ യഫ്അലു മാജിദുൻ, ഇഖ്തരിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസബ സൂറത്തി, മാജിദ് എന്താണ് ചെയ്യുന്നത്, ചിത്രത്തിനോട് യോജിച്ച ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ചിത്രത്തിലുള്ളത് എന്താണ് അവനൊരു പള്ളിയിലേക്ക് പോകുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം, യദ്ഹബു മാജിദുൻ ഇലൽ മദ്റസത്തി, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു, അതാണ്. അപ്പോൾ അവിടെ യദ്ഹബു എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ എന്നുള്ളത് എഴുതാനുള്ളത്. അടുത്തതോ അവന് വുളു എടുക്കുകയാണ് അല്ലേ. മാജിദ് പൈപ്പിൽ നിന്ന് വുളു ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ളത് ഏതാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളത് യതവല്ലഉ അല്ലേ. യതവല്ലഉ മാജിദും മിന സുംബൂരി, മാജിദ് പൈപ്പിൽ നിന്ന് വുളു ചെയ്യുകയാണ്. അടുത്തതോ ഒരു കുട്ടി എന്തോന്ന് കുടിക്കുകയാണ് അല്ലേ. അപ്പം അവിടെ എന്ത് എഴുതണം, യശ്റബു എന്നാണ്, കുടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം യശ്റബു. അപ്പോൾ യശ്റബു മാജിദുൽ മാജിദ് വെള്ളം കുടിക്കുകയാണ്. ഇനി അവസാനത്തതോ അത് പോകുന്നതാണ് അല്ലേ. മാജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അവിടെ യദ്ഖുലു എന്നുള്ളതാണ് എടുത്ത് എഴുതാനുള്ളത്. യദ്ഖുലു മാജിദുൽ മസ്ജിദ, മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു. ഇനി അടുത്തത് നുകമ്മിലുൽ ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഡാഷ് അൽ വലതു ഇലൽ മദ്റസത്തി, അപ്പോൾ അവിടെ ഏതാണ് വേണ്ടത്, യദ്ഹബു എന്നാണോ തദ്ഹബു എന്നാണോ, യദ്ഹബു എന്നുള്ളതാണ് വേണ്ടത് അല്ലേ. കാരണം യദ്ഹബുൽ വലതു ഇലൽ മദ്റസത്തി, ആൺകുട്ടി മദ്രസയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു. ഇനി അടുത്തതോ അൽ ബിന്തു മിനൽ ഹൗദി, അവിടെ ബിന്താണ് പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്, തതവല്ലഉ എന്നുള്ളതാണ്. പെൺകുട്ടി ഹൗദിൽ നിന്നും വുളു എടുക്കുന്നു. ഇനി അടുത്തതോ, അപ്പോൾ അവിടെ ബിന്തായതുകൊണ്ടാണ് എന്ത് വേണ്ടത്, തതവല്ലഉ എന്ന് കൊടുത്തത്. ഇനി മൂന്നാമത്തത് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിമാണ്. അപ്പോൾ എന്താണ്, യർജിഉ എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ബാസിമ് വീട്ടിൽ നിന്നും യർജിഉ ബാസിമുൻ, ബാസിമ് മടങ്ങുന്നു ഇലൽ ബൈത്തി വീട്ടിലേക്ക്. ഇനി അടുത്തതോ അൽ ഉമ്മു ബൈത്ത, അവിടെ എന്താണ് വേണ്ടത്, തദ്ഖുലു എന്നാണ് അല്ലേ. തദ്ഖുൽ ഉമ്മ പ്രവേശിച്ചു അൽ ബൈത്ത വീട്ടിലേക്ക്, അങ്ങനെയാണ് അവിടെ വേണ്ടത്. ഇനി അടുത്തത് നുലാഹിദുൽ ഫിഅലൽ മുളാരി വൽ ഫിഅലുൽ മാലി, മാലി മുളാരി ഫീലുകൾ ഭൂതകാലക്രിയ അതുപോലെ തന്നെ വർത്തമാനക്രിയ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ ഫിഅലു മാലിയാണ് ഏതൊക്കെ, യദ്ഹബു, തദ്ഹബു, യസ്മഉ, തസ്മഉ, യുസല്ലി, അതുപോലെ തുസല്ലി, യഖൂലു എന്നുള്ളതൊക്കെ. ഇനി അൽ ഫിഅലുൽ മാലിയാണ്. അപ്പോൾ ആദ്യത്തെ മുളാരിയാണ്, കാരണം അവിടെ യാ കണ്ടില്ലേ, ആദ്യത്തേത് അൽ ഫിഅലുൽ മുളാരിയാണ് ഇതൊക്കെ. ഇനി ഫിഅലുൽ മാലിയാണ് ഏതെല്ലാം, ദഹബ, ദഹബത്ത്, സമിഅ, സമിഅത്ത്, സ്വല്ല, സ്വല്ലത്ത്, ഖാല, അതൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതോ നക്തുബു കമാഫിൽ മിതാലി, ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ എഴുതുക. അൽ ഇബ്നു യദ്ഹബു, യദ്ഹബുൽ ഇബ്നു. ഇനി അൽ ബിന്തു തദ്ഹബു, അപ്പോൾ എങ്ങനെ എഴുതണം, തദ്ഹബുൽ ബിന്തു. അൽ അബു യജ്ലിസു, യജ്ലിസുൽ അബു, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് എഴുതിയാൽ മതി. അൽ ഉമ്മു തജ്ലിസു, തജ്ലിസുൽ
ഉമ്മു. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. നഖറഉ നമുക്ക് വായിക്കാം. അന്ത യാസിറുൻ നീ യാസിറാണ്. അന്തുമാ തക്തുബാനി നിങ്ങൾ രണ്ടുപേരും എഴുതുന്നവരാണ്. അന്തും തജ്മഉന നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവരാണ്. അന്തി ഫാത്തിമത്തു നീ ഫാത്തിമയാണ്. അപ്പം അതിൽ നമ്മൾ പഠിക്കാനുള്ളത് നസിലു, അതിൽ ഇത് നോക്കാം. നസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാം. ബനാത്തുൻ ബനാത്തുൻ എന്നുള്ളത് എന്താണ്? അവിടെ കണ്ടില്ലേ, ബനാത്തുൻ എന്നുള്ളത് നേരെ ഹുന്ന, ബിന്ത് ഹിയ. അതുപോലെ തക്തുബാനി ഹുമാ, ഹുവ എന്നുള്ളത് യാസിറാണ്, ഹുമ എന്നുള്ളത് അബിന ഉൻ ആണ്, ഹും എന്നുള്ളത് ബിൻതാനിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് നോക്കാം. അടുത്ത പാഠത്തിൽ നഖറഉ നമുക്ക് വായിക്കാം. മാത എന്താണ്, മാ എന്ത്, നഅം അതെ, ഐന എവിടെ, ലാ ഇല്ല, ഹൽ ഉണ്ടോ, കൈഫ എങ്ങനെ, മൻ ആര്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് നസ്അലു വനജീബു ജവാബൻ ആഹറ കമാഫിൽ മിതാലി നമുക്ക് ചോദ്യം ചോദിക്കാം. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ അതിന് മറ്റൊരു മറുപടിയായി ഉത്തരം പറയാം. മസ്മുക അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഇസ്മീ സഫ്വാനു. എന്താണ് നിൻ്റെ പേര്? എൻ്റെ പേര് സഫ്വാനാണ്, അതാണ് അതിൻ്റെ അർത്ഥം. മാതാ ഫി യദിക നിൻ്റെ കയ്യിൽ എന്താണ്? ഫി യദി എൻ്റെ കയ്യിൽ, കിതാബി എൻ്റെ കിതാബാണ്, അല്ലേ? അപ്പോൾ മാതാ ഫി യദിക എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്. അപ്പോൾ ഫി യദി കിതാബി എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. അതുപോലെ ഐന മദ്റസതുക നിൻ്റെ മദ്രസ എവിടെയാണ്? എങ്ങനെ അർത്ഥം ഉത്തരം പറയാം? മദ്റസതി ഫിൽ മദീനത്തി എൻ്റെ മദ്രസ മദീനയിലാണ്, അഥവാ നഗരത്തിലാണ്. അപ്പം ആ ഒരു രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.